സന്തോഷമുണ്ട്. അച്ഛന് ലഭിക്കുന്ന അംഗീകാരങ്ങൾ എല്ലാം മകൻ എന്നുള്ള രീതിയിൽ സന്തോഷം തരുന്ന വാർത്തകളാണ്. CPM നേതാക്കൾക്ക് ഇതിനു മുന്നേ പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചപ്പോഴൊന്നും തന്നെ അത് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ജൂബി ബസു ആണെന്നുണ്ടെങ്കിലും EMS ആണെന്നുണ്ടെങ്കിലും ബുദ്ധദേവ് ഭട്ടാചാര്യ ആണെന്നുണ്ടെങ്കിലും അത് പാർട്ടിയുടെ പോളിസിയുടെ ഭാഗമായിട്ടാണ്. അങ്ങനെ എന്തെങ്കിലും പാർട്ടിയുമായിട്ട് എന്തെങ്കിലും സംസാരം എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇതിപ്പോൾ അനൗൺസ് ചെയ്തല്ലേ ഉള്ളൂ. ഇപ്പോൾ കിട്ടിയത് ഇന്നലെയാണ്, വൈകുന്നേരമാണ് ഇങ്ങനെ ഒരു ന്യൂസ് അറിഞ്ഞത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ തീർച്ചയായും ഞങ്ങളുടെ ഒരു പാർട്ടി കുടുംബമാണല്ലോ, പാർട്ടിയുമായിട്ടൊക്കെ ആലോചിച്ച് മാത്രമേ അതുമായി മുന്നോട്ടെങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയുള്ളൂ. അച്ഛന് കിട്ടുന്ന അംഗീകാരങ്ങൾ, ജനങ്ങളുടെ അംഗീകാരങ്ങൾ അല്ലെങ്കിൽ അവാർഡുകൾ, ഇതെല്ലാം മകൻ അല്ലെങ്കിൽ കുടുംബത്തിന് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അച്ഛൻ എന്നും ജനങ്ങളുടെ കൂടെയായിരുന്നു. അപ്പോൾ ആ ജനങ്ങളുടെ സ്നേഹമാണ് നമുക്ക് ഏറ്റവും പ്രധാനം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. പാർട്ടിയുമായിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനം. അത്രേ ഉള്ളൂ. പാർട്ടിയാണല്ലോ, നമ്മുടെ പാർട്ടി കുടുംബമാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ആലോചിച്ച് തീരുമാനമെടുക്കും. ഈ പുരസ്കാരത്തെ കുറിച്ച് എന്താണ് ഈ അച്ഛനുമായി ബന്ധപ്പെട്ട ഒരു ഓർമ്മ എങ്ങനെയാണെന്ന്? അല്ല, അച്ഛന് പുരസ്കാരങ്ങളുടെ അങ്ങനെ ഒരു ആളായിരുന്നില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ കടമ ചെയ്ത് മുന്നോട്ട് പോയിരുന്ന ആളാണ്. ഒരു പുരസ്കാരമോ ഒരു അംഗീകാരമോ അദ്ദേഹത്തിനെ ബാധിച്ചിരുന്നില്ല. അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, അറിയാമല്ലോ. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു പെൻഷൻ പോലും അദ്ദേഹം, അല്ലെങ്കിൽ താമ്രപത്രം, ഇതൊന്നും അച്ഛൻ വാങ്ങിയിട്ടുള്ള ആളല്ല. പുന്നപ്ര സമരത്തിൻ്റെ നായകനാണ്. അപ്പം അങ്ങനെ ജീവിച്ചിരുന്ന ആളാണ്. എന്നാൽ അദ്ദേഹത്തിന് കിട്ടേണ്ടുന്ന അംഗീകാരങ്ങൾ, റെക്കഗ്നീഷൻസ്, ജനങ്ങളുടെ സ്നേഹം, ഇതെല്ലാം ഫാമിലിക്ക് വളരെ വിലപ്പെട്ടതാണ്. നമ്മളതിനെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അപ്പം അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്.